അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ള കൊറിയൻ ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. വീട്ടിലെ പാർട്ടികൾക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചപ്പോഴേ ആഗ്രഹിച്ചൊരു കാര്യമാണ് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെയാണ് ഈ റെസിപ്പി ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ അതേ ടേസ്റ്റ് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം, കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു 1 kg ചിക്കൻ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നോർമലി കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ബോൺലെസ് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു 1 kg ഫുൾ ചിക്കനാണ് എടുത്തത്. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നിറച്ചും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ചിക്കനിൽ മിക്സ് ചെയ്ത് മിനിമം 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ ഒരു 2 to 3 അവർ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിനിമം ഒരു 1 അവർ എന്തായാലും വെക്കണം. എന്നാലേ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ഫ്ലേവറൊക്കെ ചിക്കൻ നന്നായി ഉണ്ടാവും. ആ ടൈമിൽ നമുക്ക് ചിക്കന് ഡ്രൈ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മൈദ മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് വേറൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. എത്രയാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി കോൺഫ്ലോർ എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു അളവ്. ഇനി 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെറ്റ് കോട്ടും കൂടി ഉണ്ടാക്കണം. അതിനായിട്ട് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ആദ്യം 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു നേരിയ കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഈ വെറ്റ് കോട്ടിങ്ങിന് ഉണ്ടാക്കുന്ന ഈ ബാറ്റർ പരമാവധി ലൂസ് കൺസിസ്റ്റൻസി തന്നെ ആക്കിയെടുക്കാം. അധികം തിക്കാക്കണ്ട കേട്ടോ. ഇതുപോലെ ഒരു നേരിയ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോരോ പീസ് എടുത്തിട്ട് ആദ്യം വെറ്റ് കോട്ടിലും പിന്നെ ഡ്രൈ കോട്ടിലുമായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ചിക്കൻ കോട്ട് ചെയ്തെടുക്കുമ്പോൾ പരമാവധി നേരിയ രീതിയിൽ ഡ്രൈ കോട്ടിങ്ങിലായാലും വെറ്റ് കോട്ടിങ്ങിലായാലും പരമാവധി നേരിയ രീതിയിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് മൈദ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് മൈദൻ്റെയും കോൺഫ്ലവറിൻ്റെയും ഫ്ലേവർ മാത്രമായിട്ട് മുന്നിട്ട് വെക്കും. അതുകൊണ്ട് പരമാവധി നേരിയ രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം തന്നെ ഇതുപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 to 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ കോട്ടിങ്ങിലൊന്ന് ഡ്രൈ ആയി വരാനാണ്. ഈ ടൈമിൽ നമുക്ക് ഈ കൊറിയൻ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള 2 തരം സോസ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നോർമലി വറുക്കാത്ത നമ്മൾ പത്തിരിയൊക്കെ ചുടുമ്പോൾ നോർമൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് 1 ടീസ്പൂണ് വിനാഗിരിയും 1 ടീസ്പൂൺ തന്നെ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ഹൈലൈറ്റ് സാധനമാണ് ഈ ഒരു സോസ്. ഇത് കൊറിയയിലൊക്കെ ഗോചൂച്ചങ് എന്നറിയപ്പെടുന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയ ഒരു സോസാണ്. അത് നമുക്കിവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഹോം മെയ്ഡായിട്ട് എടുത്തത്. ഗോചൂച്ചങ് സോസ് എന്ന് പറയും. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണോ എന്നറിയില്ല. അതാണ് ഈ ഒരു ഐറ്റം. ഇനി വേറൊരു പാത്രം വെച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഗോചൂച്ചങ് സോസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും 1.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂണ് കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സോസ് ഒന്ന് നന്നായി തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. അങ്ങനെ സോസ് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ നല്ല ചൂടുള്ള എണ്ണയിൽ ഇതുപോലെ ഓരോന്നായി ഇട്ട് കൊടുത്ത്
മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ ഉള്ളൊന്നും നല്ല രീതിയിൽ കുക്കായി കിട്ടില്ല. ലോ ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം അടുത്ത് കോരി മാറ്റാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച സോസിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നോർമൽ നമ്മളെ ടൊമാറ്റോ കെച്ചപ്പും ടൊമാറ്റോ സോസും ഒന്നും ചേർത്ത ഒരു സോസേ അല്ല ഇത്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു കൊറിയൻ ചിക്കനിൽ കിട്ടുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായി സോസിൽ കോട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം. ലാസ്റ്റായിട്ട് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് എള്ളും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ സെർവ് ചെയ്യാൻ നോക്കാം. സെർവ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി മുരിഞ്ഞ പൊറോട്ടയും കൂടി ഇവിടെ കൂട്ടി കഴിക്കാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളിയാണ്. വേറെ ഒന്നും വേണ്ട, ഒരു ഗ്രേവിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ചിക്കനും പൊറോട്ടയും മാത്രം മതി. ചിക്കൻ നല്ല രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് സ്ലോ കുക്ക് ചെയ്തെടുത്തോണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാല്ലാ, ബൈ ബൈ.